ഇന്ന് രാവിലെ എഴുന്നേറ്റത് മാത്രമേ നമ്മുടെ സംഘി കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുള്ളൂ. രാവിലെ എഴുന്നേറ്റ സമയം മുതൽ ഇടിയും പിടിയും പിടിയും തന്നെയാണ്. അതായത് ഇടി വെട്ടിവരെ പാമ്പ് പിടിക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ന് സംഘിയുടെ അവസ്ഥ. രാവിലെ നെറ്റി എഴുന്നേറ്റ് തന്നെ സൊഹ്റാൻ മന്ദാനി ജിഹാദി നമ്മുടെ ന്യൂയോർക്കിന്റെ മേയറായിട്ട് തെരഞ്ഞെടുത്തു. അത് കേട്ടപ്പോൾ തന്നെ കുരുപൊട്ടി ഒലിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉച്ച കഴിഞ്ഞപ്പം നമ്മുടെ ഒട്ടകം ഗോപാൽജി അടക്കം എയറിലോട്ട് കയറി സകല സംഘികളും എയറിലോട്ട് കയറുന്ന രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ഇതുകൂടെ കണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മോദിജി അങ്ങ് ബ്രസീലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ബ്രസീലിയൻ മോഡലിംഗ് കൂടെ കണ്ട് കണ്ണ് തള്ളി കിടന്ന് എന്താ പറയാ അപ്പീൽ ഉരുണ്ടോണ്ടിരിക്കുന്ന സംഘികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴാണ് വേറെ വെർജീനിയയിലെ ഗവർണർ ഇലക്ഷനിൽ അതും കിടക്കുന്നത് ഒരു ജിഹാദി മുസ്ലിമിന്. അവളെ പേരെന്തായിരുന്നു? ഗസല എഫ് ആഷ്മി. എന്റെ തമ്പുരാനെ എങ്ങനെ സഹിക്കും നമ്മളിതൊക്കെ? ഒക്കെ ജിഹാദികൾ, അമേരിക്ക മൊത്തം ജിഹാദികളുടെ കയ്യിലോട്ടാവുകയാണ്. ഇനി എങ്ങനെ അവിടുത്തെ നമ്മുടെ സംഘി കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ ജീവിക്കും എന്ന് വരെ ചിന്തിക്കുമ്പോൾ ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടുട്ടോ. സൊഹ്റാൻ മംദാനി ജയിക്കാൻ കാരണം മോദിയാണ്. ഞാൻ ഞെട്ടിത്തെരിച്ച പോസ്റ്റ് ഒക്കെ നോക്കിയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, അതായത് ട്രംപിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മോദിജിയുടെ കളിയാണെന്നാണ് പറഞ്ഞത്. ഈ എൻ്റെ അമ്മയെ, മോദിജി മൊത്തം കളിയല്ലേ? ഇത് ഇന്ത്യയിലെ കളികൾ അന്ന് കണ്ടത് അല്ലേ? നമ്മൾ രാഹുൽ ഗാന്ധി മോദിജി കട്ട വോട്ടിന്റെ കണക്കിന്റെ കളികളായിരുന്നു ഇന്ന് നമ്മൾ മൊത്തം കണ്ടത്. മൊത്തത്തിൽ കളിയോട് കളി. അതിൽ എന്തൊക്കെ കളികളാണ് മക്കളെ വരുന്നത്? നിങ്ങൾ കണ്ടിരുന്ന കളി അതായത് എന്താണ്, മീനു, പിങ്കു, ഐശ്വര്യ, ചിങ്കു, മങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പേരകിട്ട് കൊടുക്കല്ലേ. സ്വീറ്റി, സരസ്വതി, രശ്മി, വിംല. ഒരു സ്ഥലത്തല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ബൂത്തുകളിലും അല്ലെങ്കിൽ മണ്ഡലങ്ങളിലും ഒരൊറ്റ മോഡലിനെ വെച്ചല്ലേ ഇവന്മാരുടെ കളികളൊക്കെ. വല്ലാത്ത ജാതികൾ തന്നെയിട്ട് എന്താ ഇവന്മാരോടൊക്കെ പറയാം. എന്നിട്ട് അതിന് ക്യാപ്സ്യൂളായിട്ട് നമ്മുടെ സംഘപ്പണിക്ക് ക്യാപ്സ്യൂളായിട്ട് ഇറങ്ങി കിട്ടും. വമ്പം ക്യാപ്സ്യൂളാ. എൻ്റെ ഉളുപ്പില്ലാത്ത ഊളെ നീ പറഞ്ഞു പറ്റിക്കുന്ന സംഘികളുടെ അവസ്ഥ, എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എൻ്റെ പൊന്നാരെ, നിനക്കൊക്കെ ഒരു ഈ നാട്ടിലെ ആളുകൾ മൊത്തം സമ്മതിച്ച് ഈവൻ ഇത് കേട്ട് ചന്തി പുള്ളി റിജ് വരെ വന്നിട്ട് ആമ്പടം പറഞ്ഞ കളി കളിച്ചത് അല്ലേ? അതായത് പത്രസമ്മേളനത്തിന് മുമ്പിൽ വന്നിട്ട് ഗോപാലന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തപ്പോൾ ഇതൊക്കെ ക്രിയേറ്റഡ് അല്ലേ, ദർ ഇസ് നോ ക്രെഡിബിലിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഞെട്ടി, നമ്മളത് പണ്ടേ കണ്ടാണല്ലോ. അപ്പം ഇമ്മാതിരി ഊള വന്നിട്ട് അവിടെ കേന്ദ്രത്തിൽ തകർക്കുന്നു. കേരളത്തിൽ നിഷ്പക്ഷ സംഘി വാണ പണിക്കര് വന്നിട്ട് നല്ല ദാസനം നക്കി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. വേറെ വല്ല പണിക്കും പോടാ എന്തെങ്കിലും. സംഖ്യയാണെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലെ കാവി കളസം ഇങ്ങനെ പൊളിച്ച് കാണിച്ചു തരാം. എൻ്റെ കളസം കണ്ടില്ല, ഞാൻ സംഖ്യയാണ്, ഞാൻ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ സംഖ്യനെ തേച്ച് വെളുപ്പിച്ച് മിനുക്കി പുതപ്പിച്ച് കിടത്തും എന്നുള്ള അവസ്ഥയിലോട്ടാണ് നമ്മുടെ നാട് പോണത്. मन को इतना संतोष होता है, मन को इतना